നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അൻവാറുൽ ഹക്ക് അതീവ ദുഃഖിതനാണ്. അദ്ദേഹത്തോടൊപ്പം രാജ്യം മുഴുവൻ ദുഃഖിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതനുസരിച്ച് പുതുവത്സരാഘോഷങ്ങൾക്ക് ഇപ്പോൾ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തോടായി ചെയ്ത ഒരു ചെറു അഭിസംബോധനയിലാണ് പാക് പ്രധാനമന്ത്രി ഈ ആവശ്യം ജനങ്ങൾക്ക് മുന്നേ വച്ചത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു താൽക്കാലിക മന്ത്രിസഭയും താൽക്കാലിക പ്രധാനമന്ത്രിയുമാണുള്ളത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. മറ്റു രാജ്യങ്ങളുടെയും ചില വിദേശ ഏജൻസികളുടെയും സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാനിലെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു വലിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ രാജ്യത്തെ തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ഒരു കാവൽ മന്ത്രിസഭയെ നിയമിച്ചിട്ടുള്ളത്. ഈ കാവൽ മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി, കെയർടേക്കർ പ്രധാനമന്ത്രി. ഈ കെയർടേക്കർ പ്രധാനമന്ത്രിയാണ് ഇന്ന് പാകിസ്ഥാനിൽ പുതുവത്സരാഘോഷങ്ങളെല്ലാം നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം പാകിസ്ഥാനിൽ തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമല്ല, ഇസ്രയേൽ ഹമാസ് സംഘർഷമാണ്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലസ്തീനും ഗാസയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് പാകിസ്ഥാനിൽ പുതുവത്സരാഘോഷങ്ങൾ പാടില്ല എന്ന് പാക് സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പുതുവത്സര ആഘോഷ പരിപാടികളും ജനങ്ങൾ നടത്താൻ പാടില്ല എന്ന് കർശനമായി ഉത്തരവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭീകരതയെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ ഭീകരവാദികളെ ഉപയോഗിച്ച് കശ്മീരിൽ വലിയ രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളോളം നടത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരുപക്ഷെ പാകിസ്ഥാൻ ആ ഉദ്യമത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഒരു ഭാഗം കൂടി ഏതാണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ആ രീതിയിലുള്ള ഇന്ത്യൻ മിഷൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിരുന്നു. നമുക്കറിയാം, ആഗോള ഭീകരനായ ഒസാമ ബിൻ ലാദനെ അമേരിക്ക പൊക്കിയത് പാകിസ്ഥാനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഭീകരതയുടെ പേരിലാണ് ആ രാഷ്ട്രം അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഭീകരതയെ ആയുധമാക്കിയ പാകിസ്ഥാൻ ഇന്ന് ഭീകരതയെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. താലിബാൻ ഭീകരവാദികൾ പലയിടങ്ങളിലുമായി പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്ന ഒരു വർത്തമാനകാല സ്ഥിതിയിലുമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരതയെ പിന്തുണയ്ക്കുന്ന സമീപനം വിട്ടിട്ടില്ല എന്നതാണ് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയത് ഒരു ഭീകരാക്രമണമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് നുഴഞ്ഞു കയറുക, ആ രാജ്യത്തെ പൗരന്മാരെയും പട്ടാളക്കാരെയും കൊല്ലുക, സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുക, അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോരുക, ആളുകളെ തട്ടിക്കൊണ്ടു പോവുക, ഇതെല്ലാം ഏത് രാജ്യമാണ് കയ്യും കെട്ടി നോക്കി നിൽക്കുക? തീർച്ചയായും ഏത് രാജ്യമായാലും തിരിച്ചടിക്കും. ആ തിരിച്ചടി മാത്രമാണ് ഇസ്രായേൽ നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബന്ദികളെ ഇതുവരെയും ഹമാസ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് ഇസ്രായേൽ. ആയുധങ്ങൾ നിർമ്മിച്ചു വെച്ച് പ്രതിരോധ വകുപ്പിനെ മാനേജ് ചെയ്തു പോകുന്ന ഏതൊരു രാജ്യത്തിനും സ്വന്തം രാജ്യത്തിലെ ആളുകളെ, പൗരന്മാരെ ബന്ദികളാക്കി വെച്ചാൽ, മറ്റൊരു രാജ്യം ബന്ദികളാക്കി വെച്ചാൽ ആ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിനൊപ്പം, ഹമാസ് എന്ന ഭീകരവാദ സംഘടനയോടൊപ്പം നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. പല വിദേശ ഏജൻസികൾ, IMF, ലോകബാങ്ക് പോലുള്ള വിദേശ ഏജൻസികളും അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. പെട്രോളിയം ഇറക്കുമതിക്ക് പാകിസ്ഥാനിൽ പണമില്ല. അതുമാത്രമല്ല, ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ്. 1 കിലോ ആട്ടയ്ക്കും ഗോതമ്പിനും വേണ്ടി അവിടുത്തെ പൗരന്മാർ പരക്കം പായുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് പുതുവത്സരാഘോഷം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, പാകിസ്ഥാനിൽ മുൻകാലങ്ങളിൽ പരമ്പരാഗതമായി തന്നെ പുതുവത്സരാഘോഷങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ, ഇവരെല്ലാം തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന പുതുവത്സരാഘോഷങ്ങളെ കാലാകാലങ്ങളായി അടിച്ചമർത്തിയിട്ടുണ്ട്. ഇത്തരം ആഘോഷങ്ങളെ നടത്താതിരിക്കാനായി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി
ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ആരെങ്കിലും നടത്തിയാൽ ആ പുതുവത്സര ആഘോഷങ്ങൾക്കെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുക, എത്രയെത്ര ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ പുതുവത്സരാഘോഷ പാർട്ടികൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പുതുവത്സരാഘോഷം നടത്തുന്നത് വളരെ ചെറിയൊരു ജനവിഭാഗം മാത്രമാണ്. പരമ്പരാഗതമായി പുതുവത്സരാഘോഷത്തെ നിരുത്സാഹപ്പെടുത്തുകയും അവർക്ക് അത്തരം ആഘോഷങ്ങൾക്കെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുകയും ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്ന സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യം ഇപ്പോൾ പുതുവത്സരാഘോഷങ്ങൾ നിരോധിക്കാൻ മറ്റൊരു കാരണം കണ്ടെത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഈ പ്രഖ്യാപനത്തെ കാണാൻ കഴിയൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.